ഫെബ്രുവരി 2024 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 11 ഇറ്റ്സ് ഫ്രം ഡുവൽ നേച്ചർ. ഓഫ് കോഴ്സ് ഡുവൽ നേച്ചറിലെ ഡിബ്രോഗ്ലി കൺസെപ്റ്റിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ഡിബ്രോഗ്ലി കൺസെപ്റ്റിൽ ആൽഫ പാർട്ടിക്കിൾ പ്രോട്ടോണിൻ്റെ റിലേഷൻ വെച്ചാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ പ്രോട്ടോൺ റിലേഷൻ നിങ്ങൾക്ക് അറിയാം. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയർ ആണ്, മാസ് പ്രോട്ടോണിൻ്റെ 4 ടൈംസ് ആണെന്നും തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ചാർജ് എന്ന് പറഞ്ഞാൽ +2 ടൈംസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ഡിബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പ്രോട്ടോൺ. ഇവിടെ ഡിബ്രോഗ്ലി വേവ് ലെങ്ത് വന്നിട്ടുണ്ട്. പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളാണ്. വേവ് ലെങ്ത് ലാംഡയും 2 ലാംഡയുമാണ്. ചോദ്യം ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യമേ മനസ്സിലാക്കേണ്ടത് വേവ് ലെങ്തും മൊമെൻറ്റവും ആണെങ്കിൽ ലാംഡ = h/p. വേവ് ലെങ്തും വെലോസിറ്റി ആണെങ്കിൽ ലാംഡ = h/mv. വേവ് ലെങ്തും കൈനറ്റിക് എനർജിയും ആണെങ്കിൽ നമുക്ക് h/√2mk. വേവ് ലെങ്തും ചാർജും പൊട്ടൻഷ്യലൊക്കെയാണ് h/√2mqv എന്നൊക്കെ പറഞ്ഞ് പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിച്ചത്, കാരണം ലാംഡ = ഇവിടെ വെലോസിറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, h/mv എന്ന റിലേഷൻ എടുത്തു. അപ്പോൾ അവിടെ നമുക്ക് മാസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനും പറ്റും. എനിക്കിവിടെ വെലോസിറ്റി റേഷ്യോ ആണ്. അപ്പോൾ v = h/m ലാംഡ റിലേഷൻ കൊടുത്തു. ഞാനിവിടെ ആദ്യമേ അപ്പോൾ മാസിനെ കണക്ട് ചെയ്യണം, രണ്ടിൻ്റെയും മാസും എനിക്ക് എഴുതണം. അപ്പോൾ ഞാനിവിടെ മാസ് ഓഫ് പ്രോട്ടോൺ mp എന്ന് എഴുതി കഴിഞ്ഞാൽ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 4 ടൈംസ് mp ആണ്. കാരണം ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4 ടൈംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റേഷ്യോ എടുക്കാം. സോ റേഷ്യോ എടുക്കുമ്പോൾ വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് it is proportional to 1 mass of proton. പ്രോട്ടോണിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അടുത്ത വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് പ്രപ്പോർഷണൽ ടു മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു 2 ലാംഡ. ഇനി നമുക്ക് വേണ്ടത് വെലോസിറ്റി vp/v ആൽഫയാണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഇത് മുകളിൽ വരും. 4mp2 ആൽഫ ബൈ 2 ആൽഫ അല്ലല്ലോ 2 ലാംഡ. ബൈ mp ലാംഡ. അപ്പം 8/1 എന്ന് വരും. 8/1 എന്ന് പറഞ്ഞാൽ 8:1 ആണ്. 8:1 ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ.